ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു ബീഫ് ഉന്നക്കായ ആയിട്ടാണ് കേട്ടോ. ഉന്നക്കായ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും പഴം കൊണ്ടുള്ള ഉന്നക്കായാണോ എന്ന്. അത് പഴം കൊണ്ടുള്ള ഉന്നക്കായ അല്ല കേട്ടോ, ഇത് മൈദമാവ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 2 കപ്പ് മൈദമാവ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ളു സോഡാപ്പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ അതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് എല്ലാം കൂടി നല്ലപോലെ മിക്സാക്കി എടുക്കുക കേട്ടോ. കൈ കൊണ്ട് നല്ലപോലെ എല്ലാതും സോഡാപ്പൊടി ഉപ്പൊക്കെ മാവിൻ്റെ എല്ലാ ഭാഗത്തും കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിന് ശേഷം നമുക്ക് പൊറോട്ടക്കൊക്കെ കുഴക്കണ പോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. ഒരുവിധം വെള്ളമൊക്കെ എല്ലായിടത്തും ആയി കണ്ടാൽ നമുക്കത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കുക കേട്ടോ. പാത്രത്തിൽ വെച്ചിട്ടും കുഴക്കാം. എളുപ്പം കൗണ്ടർ ടോപ്പിലിട്ട് കുഴക്കുന്നതല്ല. അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുന്നുണ്ട്. കുഴക്കുമ്പോൾ വേണമെങ്കിൽ ഇനി വെള്ളം കമ്മിயாக തോന്നുകയാണെങ്കിൽ ഒന്ന് തെളിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കുക ചെയ്താൽ മതി കേട്ടോ. അല്ലാതെ വെള്ളം ഒന്നായിട്ട് ഒഴിച്ചെടുക്കരുത്. ഇതുപോലെ മാവൊക്കെ നല്ലപോലെ കുഴച്ചെടുക്കുക. അതോ മാവ് ഇവിടെ ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട്. നല്ലപോലെ കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ച് യോജിപ്പിച്ചിട്ട് ഒരു ബോൾ പോലെ ആക്കിയിട്ട് നമുക്കത് ബോൾ പോലെ ആക്കി വെക്കാം കേട്ടോ. അത് ലൂസായിട്ടാണത് കുഴക്കേണ്ടത്, വല്ലാതെ ടൈറ്റ് ആവരുത് കേട്ടോ. കൈകൊണ്ട് നമ്മളിങ്ങനെ അമർത്തുമ്പോൾ ഇങ്ങനെ പൂന്തി പോകണം. അത് ആ പരുവായാൽ നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ മതി കേട്ടോ. അതായത് കുഴച്ചതാണല്ലോ, അപ്പോൾ കൂടുതൽ നേരം ഒന്നും ഇരിക്കണ്ട. നമ്മൾ ഫില്ലിങ് റെഡിയാക്കണ വരെ ഇരുന്നാൽ മതി. അപ്പോൾ തന്നെ അതിനുള്ള ഫില്ലിങ് നമുക്ക് റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 വലിയ ഉള്ളി ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തതാണ്. അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്നായി കിട്ടും. പിന്നെ അത് ഏതാനും ആയി വരുമ്പോൾ അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ഇടുന്നത് ഒരു 1/2 പൊട്ട് തക്കാളിയാണ്. അത് ഇടണമെന്നൊന്നുമില്ല, എനിക്കൊരു പുളിക്ക് വേണ്ടിയിട്ട് ഞാനൊരു 1/2 പൊട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചെറുതാക്കി നുറുക്കിയിട്ട് ഒരു തക്കാളിയുടെ 1/2 ഭാഗം ചെറുതാക്കി നുറുക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നല്ലപോലെ മിക്സാക്കിയിട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ബീഫിൽ മല്ലിപ്പൊടി ഒന്നിട്ടില്ല, വെറുതെ ഉപ്പിട്ട് വേവിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് അതിൽ എരിവ് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം കേട്ടോ. അവിടെ കുട്ടികളൊക്കെ എല്ലാവരും വല്ലാതെ എരിവ് വേണ്ട, അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടി ഇട്ട് കൊടുക്കാം. പിന്നെ ബീഫ് ഞാൻ ഉപ്പിട്ട് വേവിച്ചിട്ട് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇതിലില്ലാത്ത പീസുകൾ നല്ല പൊടി പോലെ പൊടിയായി പൊടിഞ്ഞിട്ടിട്ടുണ്ട്. അത് ഇട്ടിട്ട് പിന്നെ ഒന്നുകൂടെ നമുക്ക് വഴറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒന്നും കൂടെ മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് ഞാനിടുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടിയൊന്നും ഞാൻ ബീഫ് വേവിക്കുമ്പോൾ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും മല്ലിപ്പൊടിയും ഒന്നും ഇട്ടിട്ടില്ല. വെറും ഉപ്പിട്ടിട്ട് വേവിച്ച ബീഫാണ്. അതുകൊണ്ടാണ് മസാലയിൽ എല്ലാം ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു തുള്ളി വെള്ളം അതിലേക്ക് ഇതൊക്കെ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണോ 2 സ്പൂണോ വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. ഇനി ഞാനിതിലേക്ക്
പുഴുങ്ങി പൊടിച്ച് വെച്ച ഒരു ഉരുളൻകിഴങ്ങാണ്. അത് ഈ ബീഫ് വേവിക്കുമ്പോൾ തന്നെ, പുട്ട് വേവിക്കുമ്പോൾ അതിൻ്റെ കൂടെ എടുത്തതാണ് ഞാൻ. അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പിടി മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ സെറ്റായി വന്നിട്ടുണ്ട്. മസാല കൂടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ മസാല കൊണ്ട് മാറ്റി വെച്ചിട്ട് ഫില്ലിങ്ങിനുള്ള ബാറ്റർ റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഈ കുഴച്ച് വെച്ച മാവിൽ കുറച്ച് എണ്ണ വരട്ടിയിട്ട് നമുക്കത് പൊറോട്ടയ്ക്ക് പറ്റുന്ന പോലെ പരത്തിയെടുക്കാം കേട്ടോ. പരത്തിയിട്ട് 4 സൈഡും നമുക്ക് കത്തി കുഴച്ചിട്ട് സ്ക്വയറാക്കി എടുക്കണം. നാല് ഭാഗം ഒരുപോലെ പരത്തിയിട്ട് നമുക്ക് ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സ്ക്വയറാക്കി എടുക്കുന്നത്. 4 ഭാഗത്തു നിന്നും കുറേശ്ശെ മാവ് മുറിച്ച് മാറ്റുക. ഈ മാവ് പിന്നെ വേറെ ഒന്നുകൂടെ പരത്തിയിട്ട് നമുക്ക് വീണ്ടും ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ് എടുത്തിട്ട് ഇതിൽ നിറച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് കയ്യിലെടുത്തിട്ട് ഒന്ന് ഉരുട്ടി കൊടുക്കുക. ഉരുട്ടിയിട്ട് ഈ മാവിൽ വെച്ചിട്ട് നടുക്ക് വെച്ചിട്ട് ഉരുട്ടിയിട്ട് 2 സൈഡും ഒട്ടിച്ചതിൻ്റെ ശേഷം കയ്യിൽ വെച്ചിട്ട് നമ്മൾ ഉന്നക്കായി ഉരുട്ടണ പോലെ കയ്യിൽ വെച്ച് ഉരുട്ടി കൊടുക്കുക. അങ്ങനെ എല്ലാ ബാറ്റർ ഞാൻ അതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് ഉന്നക്കായ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ തിളച്ചപ്പോൾ കുറച്ചിട്ടിട്ട് ഇട്ട് കൊടുത്തിട്ട് തിരിച്ച് മറിച്ചിട്ട് മൊരിപ്പിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് കരിയും. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ തിരിച്ച് മറിച്ച് ഓരോ സൈഡ് ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് കോരിയെടുക്കുക. അപ്പോൾ ഇവിടെ അതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം കേട്ടോ. അങ്ങനെ ഒരു ബാച്ച് ഞാനിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബാച്ചിനും കൂടെ എൻ്റെ ഇതുണ്ട്, അത് പൊരിച്ചെടുക്കാം. ഒരു വലിയ ചട്ടിയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കൂടുതലിട്ട് പൊരിക്കാം. ഞാൻ വെച്ച പാത്രം ചെറുതായി പോയി, അതുകൊണ്ടാണ് 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ ഇടേണ്ടി വന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വലിയ ചട്ടി എടുത്തിട്ട് അതിലുണ്ടാക്കിയാൽ മതി കേട്ടോ. ഇതിപ്പോൾ ഇതിൽ ഫുള്ള് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ശരിക്കും ഇട്ട് ഇളക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനതൊക്കെ ഒന്നിൻ്റെ മേലൊക്കെ ഒന്നാക്കി എടുത്ത് വെച്ചിട്ടാണ് പിന്നെ വേവിച്ചെടുത്തത്. എല്ലാം കൂടി ഇട്ടപ്പോൾ അത് ശരിക്കും മറിച്ചിടാൻ പറ്റുന്നില്ല. അത് കാരണം പിന്നെ ഞാൻ ഒക്കെ എടുത്തിട്ട് അതിൻ്റെ മേലൊക്കെ വെച്ചിട്ട് ഓരോന്നോരോന്ന് ഇങ്ങനെ സൈഡിലിട്ട് മൊരിപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു വലിയ ചട്ടി എടുത്തിട്ട് ചെയ്താൽ മതി കേട്ടോ. അതവിടെ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഓരോന്ന് നമുക്ക് മറിച്ചിടാം. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അപ്പോൾ സ്കൂളില്ലാത്തൊക്കെ സമയമല്ലേ, കുട്ടികൾക്കൊക്കെ വൈകുന്നേരം ചായക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ആരെങ്കിലും വിരുന്നുകാർ വന്നാലൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണത്. അപ്പോൾ എല്ലാവരും അത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ എല്ലാ ബീഫ് ഉന്നക്കായി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു നെറ്റിലേക്കൊക്കെ കോരി മാറ്റിയെടുക്കാം.
എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം ഞാൻ കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതിൽ നമുക്ക് ടൊമാറ്റോ സോസോ മയോനീസോ ഒക്കെ കൂട്ടി കഴിക്കാം കേട്ടോ. എല്ലാം ഒന്ന് പൊട്ടിച്ചിട്ട് മയോനീസ് കൂട്ടി കഴിക്കാം. ഇതിൻ്റെ മേലെ കൂടെ ഇപ്പോൾ ഞാൻ ടൊമാറ്റോ സോസാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.